ബിഗ് ബോസ് ഷോ കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞ മലയാളികൾ. അതെ. പിന്നെ അതിലിരിക്കുന്ന അതിനുമ്പ് നമുക്ക് അറിയില്ല ഷിയാസ് എന്നൊരാൾ മോഡലാണ്, കരിയർ മോഡലാണെങ്കിൽ പോലും. ഹാഫിസ് എന്ന് പറഞ്ഞ അർജുൻ എന്നൊക്കെ പറഞ്ഞ ആളുകള് അത്യാവശ്യം ഈ പറഞ്ഞ റോഡീസ് മുതൽ ഹിന്ദി ബിഗ് ബോസ് മുതൽ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും ബിഗ് ബോസ്, ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും പരിപാടികൾ ചെയ്ത് റിയാലിറ്റി ഷോ ചെയ്ത് മലയാളി ഹൗസ് പോലും ചെയ്ത ആൾക്കാരാണ് ഈ ബിഗ് ബോസ് ചെയ്യുന്നത്. അവരും കൂടി ഇരുന്നിട്ടാണ് ഈ ജഡ്ജ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ കുളിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഷിയാസും. അങ്ങനെ ഉണ്ടോ? ഞാൻ കുളിക്കാറുണ്ട്. നിങ്ങൾ ഞാൻ നല്ല സ്പ്രേ അടിക്കും. ഞാൻ 2 നേരം 3 നേരം കുളിക്കാറുണ്ട്. ഓക്കെ. എന്ത് ചോദ്യമാണ്, ഒരു ഊള ചോദ്യമൊക്കെ ചോദിച്ചിട്ട്. പറ. കുളിക്കാറില്ല. പിന്നെ വേറൊരു ചോദ്യം കൂടെ, ഞാൻ ദിവസം വീഡിയോ വെച്ചാൽ എന്റെ കുളിക്കാൻ വീഡിയോ. എന്ത് ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കില്ല. പറ നിങ്ങൾ പറ. അല്ല, ഞാൻ ഉണ്ടാക്കിയ ചോദ്യമല്ല ഇത്. ആക്ച്വലി ഇത് പുറത്ത് പറയുന്ന ഒരു ചോദ്യമാണ്. ഞാൻ കുളിക്കാറില്ല, കുളിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞ വീഡിയോ അയച്ചത് ഞാൻ കുളിക്കാം. ഓക്കെ ഓക്കെ, എന്തായാലും അയച്ചു നോക്കി. ഇനിയിപ്പൊ അത് ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കൊണ്ട് എന്റെ പേര് കേട്ടു. ഷിയാസ് കരീം എനിക്ക് കുളിക്കുന്ന വീഡിയോ അയച്ചു. പൊന്നെ ശാരിക നിന്നെ കാണാൻ താരകം താഴെ വന്നു ആശംസയേകാൻ. ഓക്കെ. ഇപ്പൊ ഈ ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചോദ്യമാണ്. ജാസ്മിനെ നമ്മൾ ചോദ്യം ചോദിക്കണമല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളാണല്ലോ പറഞ്ഞു എന്ത് ചോദ്യത്തിനും ഞാൻ വളരെ കൂളായിട്ട് മറുപടി പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചൂടായിക്കൊണ്ട് കത്തിയാ അത് ഭയങ്കര ഒരു ബോധമില്ലാത്ത ചോദ്യം. കുളിക്കാറുണ്ടോന്നൊക്കെ പറ. ഓക്കെ. നമ്മളിപ്പോ നിങ്ങള് മറ്റേ റോക്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. റോക്കിയെ സപ്പോർട്ട് ചെയ്തിരുന്നു ബിഗ് ബോസിൽ സിജോനെ തല്ലുന്നതിന് മുമ്പ് വരെ. ഓക്കെ. അപ്പൊ സിജോയെ തല്ലി പുറത്താക്കി. സിജോ അതിന് ശേഷം സിജോനെ തല്ലി പുറത്താക്കി ട്രീറ്റ്മെന്റിനായിട്ട്. ഒരു 2 വീക്സോളം അയാൾ പുറത്തു പോയല്ലോ. ജോ പൊട്ടി. അങ്ങനെ അയാൾ പോയി റോക്കിയും പുറത്തായി. സിജോ ഇപ്പൊ വീണ്ടും ഒന്നായിട്ട് കളിക്കുന്നുണ്ട് അതിന്റെ അകത്ത്, നല്ല പ്ലെയർ ആയിട്ട്. ബിഗ് ബോസിനകത്ത് സിജോ ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ? ബിഗ് ബോസിന് സിജോ അകത്ത് നിങ്ങൾ കാണല്ലേ? പൊതുവിൽ ആക്രമണകാരി വാസനയുള്ള ആൾക്കാരെയാണോ ഷിയാസിന് ഇഷ്ടം? കാരണം ഇപ്പം റോക്കി ആയാലും ജാസ്മിൻ ആയാലും ഇച്ചിരി ഒരു എക്സെൻട്രിക് ടീമുകളാണ്. അതുപോലത്തെ ഒരാളാണോ ഷിയാസും? ഒരേ കാറ്റഗറി പെട്ടവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുമല്ലോ നമുക്ക്. കാരണം നമ്മൾ അവരെ ന്യായീകരിക്കും. ഞാൻ ഒറ്റ വലി കുടിച്ചത് അമ്മാതിരി ചൂട് ചോദ്യം നിങ്ങൾ ചോദിച്ചത്. എടോ ആക്ച്വലി ഞാൻ പറഞ്ഞ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അത്യാവശ്യം മോത്ത് നോക്കി പറയുന്ന ആളുകൾ. അതിന് എക്സെൻട്രിക് എന്നൊരു അർത്ഥം ഉണ്ടോ? നിങ്ങൾക്ക് തോന്നിയത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും എക്സെൻട്രിക്കുകളല്ല. അല്ല, പിന്നെ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം, മോത്ത് നോക്കി പറയുന്ന ആൾക്കാരെ. അല്ലാതെ ഞാനിങ്ങനെ ഇങ്ങനെ വളഞ്ഞു പോയിട്ട് അങ്ങനെയൊന്നും ഇല്ല, സ്ട്രൈറ്റ് ആയിട്ട് പറയും. പക്ഷെ സ്ട്രേറ്റ് ഉള്ള ആൾക്കാർ ഇറിറ്റേറ്റഡ് ആകത്തില്ല ഇങ്ങനെ. പക്ഷെ ഷിയാസ് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ചോദ്യങ്ങൾ ഇറിറ്റേറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. ദേഷ്യം വരുന്നത് ചോദിച്ചപ്പോ ഞാൻ ഇത് വെച്ചിട്ട് അടിക്കും നിങ്ങളെ. സീരിയസ്, നിങ്ങൾ പെൺകുട്ടിയായി പോയി. അല്ലെങ്കിൽ ഞാൻ എന്ത് പറയാ നിങ്ങൾക്ക്? എടോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്നെക്കാൾ കൂടുതൽ ഇറിറ്റേഷൻ ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടോ? നിങ്ങൾ അമ്മാതിരി ചോദ്യം എന്നോട് ചോദിക്കുന്നത്. എന്താണ് ചോദിച്ചത്? നിങ്ങൾ കുളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു അശ്ലീലമല്ലല്ലോ. കാര്യം ചോദിച്ചിട്ട് അതിന്റെ ഒപ്പം ഞാൻ ഷിയാസും കുളിക്കാറില്ല അങ്ങനത്തെ ആളാണെന്ന് ചോദ്യം. അല്ല, നിങ്ങൾ ഈ സപ്പോർട്ട്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് എന്തൊക്കെയോ സാമ്യമുള്ള പോലെ ഫീൽ പൊന്ന് ഷാരികെ, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ബിഗ് ബോസ് ഷോ കണ്ടുകൊണ്ട്. അല്ലാതെ എന്റെ ക്യാരക്ടർ അവരും തമ്മിൽ ഒരു തേങ്ങയില്ല. ജാസ്മിൻ പെണ്ണാണ്, ഞാൻ ആണാണ്. എന്ത് ക്യാരക്ടർ? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഇതല്ലേ. ആണും ഒരു പെണ്ണ്. എനിക്ക് ജാസ്മിൻ ആസ് എ പ്ലെയർ എന്ന രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അതിന്റെ അകത്ത് അവർ നന്നായിട്ട് കളിക്കുന്നതിന് വിന്നർ ആവാനുള്ള എല്ലാ രീതിയിലും ഉള്ള ക്വാളിറ്റി ഉണ്ട്. എനിക്കറിയില്ല ഇനി അവർ വിന്നർ ആവുമെന്ന്. ഇനി വിന്നർ ആയാൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അവിടെയുള്ള ആളുകളൊക്കെ അവർ ഭയങ്കര ട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അവരുടെ വ്യക്തിപരമായിട്ട് ദേഷ്യമില്ല. എന്നെ അവർ വ്യക്തിപരമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ അവരാകെ 1-2 വട്ടം കണ്ടിട്ടുള്ളൂ എന്റെ ലൈഫിൽ. ഒരു കല്യാണത്തിന് പോയപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അവരോട് വേറെ വ്യക്തിപരമായിട്ട് ദേഷ്യമൊന്നും കാര്യമൊന്നുമില്ല. ഇല്ലാത്ത ഒരാളെന്തിനാണ് പിന്നെ അയാളെ ബിഗ് ബോസിൽ പോയിട്ട് ഗബ്രി ആയിട്ട് ഇരുന്നെന്നും പറഞ്ഞു. ഷിയാസ് ഇപ്പോഴും ഷിയാസ് ആ എക്സെൻട്രിസിറ്റിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും എന്നെ ഒന്ന് ഒരു സെഗ്മെന്റ് തുടങ്ങിയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോലും ഷിയാസ് സമ്മതിക്കുന്നില്ല. നിങ്ങൾ കുളിക്കാറുണ്ടോ? ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ പറയുന്നത് ജാസ്മിൻ ഇത്രയൊക്കെ പബ്ലിക്കായിട്ട് വെറുപ്പ് കിട്ടിയ ഒരു സീസൺ ആയിട്ടും അല്ലെങ്കിൽ വെറുപ്പ് കിട്ടിയ കാൻഡിഡേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി ആയിട്ടും നിങ്ങൾ അയാളെ, അതായത് ഒരു മുൻ മത്സരാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ അവരെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നു. ഈ എല്ലാ വൃത്തികേടുകളും കാണിച്ചിട്ടും അത് എന്ത് വൃത്തികേടാണെന്ന് അവർ ചോദിക്കുന്നത്. അല്ലല്ല, കുളിക്കുന്ന മാത്രമല്ല അവരുടെ കാണിച്ചു. ഇപ്പൊ ഗബ്രി, ജാസ്മിൻ, ഷിയാസ് ഇപ്പോ ചോദിക്കുന്നത് ജാസ്മിന്റെ കൃത്യമായി വാച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണല്ലോ BBC. അപ്പൊ ജാസ്മിൻ ഓരോന്ന് 10 വട്ടം പറഞ്ഞു. ശരി, 10 വട്ടം പറഞ്ഞു. അപ്പൊ 10 വട്ടവും അത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ സ്ഥിരമായി ലൈവായിട്ട് കാണുന്നുണ്ടായിരിക്കും. അതിൽ ജാസ്മിൻ കാണിക്കുന്ന ഓരോ ഞാൻ ഫെമിനിസ്റ്റ് ഒന്നുമല്ല. ഓക്കെ. കാരണം എനിക്ക് എന്തിനാണ്? ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടക്കം വഴി പറഞ്ഞിരുന്നു. വളരെ
ഞാൻ ചൊറിയാൻ നിങ്ങളുടെ ചൊറിച്ചില് കാര്യം നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ ചൊറിയണം, ഞാനല്ല നിങ്ങൾക്ക് ചൊറിയാം. എനിക്ക് ഇങ്ങനെ ചൊറിയാൻ പറ്റില്ല, കാര്യം മസിലുള്ള ചൊറിയാം, ഇവിടെ ചൊറിഞ്ഞാൽ മസിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, സ്റ്റാൻഡേർഡ് അല്ലേ നിങ്ങൾക്ക്? സീരിയസ് നിങ്ങൾ ഇപ്പൊ വൃത്തികെട്ട ചോദ്യം ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ എന്തെല്ലാം വൃത്തികേടുകളാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്? പുറം ചൊറിഞ്ഞു തരാവുന്ന ഒരു ആങ്കറിനോടാണോ നിങ്ങൾ? എനിക്ക് മാന്യത കുറവാ, കാര്യം ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ശ്രീനാഥ് വാസിയൊക്കെ തെറി വിളിക്കുന്നത് ഭയങ്കരമായിട്ട് ഞാൻ അവളെ സെലൂട്ട് അടിക്കുന്നത്. ഞാൻ പറഞ്ഞത് എക്സെൻട്രിസിറ്റി ആണ് നിങ്ങളുടെ മുഖമുദ്ര. അതായത് തെറി വിളിക്കുക, ജോ ഇടിച്ച് പൊളിക്കുക, കുളിക്കാതിരിക്കുക, അതുപോലെ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പൊ തന്നെ ഈ എക്സെൻട്രിക്കുകളെ ഒരാളെ അവിടുന്ന് അവർ പുറത്താക്കി. അതായത് ജാസ്മിൻ ഒരു കാര്യം ജാസ്മിൻ പറയുന്നത് കേക്ക്. ജാസ്മിൻ കഴിഞ്ഞ ദിവസം അത് നമ്മുടെ ശ്വേത പറഞ്ഞിട്ട് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ചെന്നു പവർ ടീമിന്റെ ഇടയ്ക്ക്. അവർ ചെയ്യാത്തതിന്റെ പേരിൽ അവള് ഗ്യാസ് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പവർ ടീമിലെ റസ്മിൻ അവളുടെ തലയിലിരുന്ന് കിരീടം തട്ടി താഴെ ഇട്ടു. അത്രയും പ്രൊവോക്ക് ചെയ്യുന്ന ഒരുത്തിയാണ് ജാസ്മിൻ എന്ന് പറയുന്നതിനകത്ത്. ആ ജാസ്മിനെ നിങ്ങൾ അങ്ങ് ഘോരം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഞാനത് പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങളൊരു എക്സെന്റ് കാലിലെ നഖം കടിക്കുക, തുപ്പിയിടുക, വെള്ളത്തിൽ തുപ്പിയിടുക, ഇതൊക്കെ ചെയ്യുന്നത് തുപ്പിയിടുക ചായക്കകത്ത് തുമ്മിയിടുക, ഇതെല്ലാം കാണിക്കുന്നത് ഇവൾക്ക് ആ ഒരു മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനം. അതായത് ഒരു പ്രിൻസിപ്പിൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ജാസ്മിൻ ഒരു കുഴപ്പമില്ല, അവള് നല്ല കുട്ടിയാണ്. ബിഗ് ബോസ് ഷോ എന്ന ഗെയിം ഞാൻ ഹൈജീനോ ഇറ്റ് ഈസ് ഇൻ ദ ബിഗ് ബോസ് ഷോ. ബിഗ് ബോസ് ഷോയിലാണ് അവരുടെ ഹൈജീനും അവരുടെ ക്യാരക്ടറും. ഞാൻ അതിനെ ബേസ് ചെയ്യണം നിങ്ങളോട് ചോദിക്കുക, അല്ല അവരുടെ വീട്ടിൽ പോയി നിങ്ങൾ കണ്ടിട്ട് ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുമോ? ഞാൻ ചെയ്യില്ലടോ. അതാ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ ഇങ്ങനെ സപ്പോർട്ട്? നിങ്ങൾ അത്യാവശ്യം ഭേദമായിട്ട് കളിക്കുന്നത് ജാസ്മിൻ, സിജോ, ജിൻഡോ, അൻസിബ, റോക്കി പോയി, റസ്മിൻ പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല, റസ്മിൻ ഇങ്ങനെ നൈസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്രയും പേരൊക്കെയാണ് ഈ സിജോയും ജാസ്മിനും ഈ ജിൻഡോയും. സിജോയുടെ ഗെയിം സ്ട്രാറ്റജി കറക്റ്റ് ആണോ? സിജു ഇപ്പോ നോട്ട് ഓക്കെ. ഇപ്പൊ അയാള് നേരത്തെ ആള് ഭയങ്കര സംസാരിക്കുന്നതാണ്. ഇപ്പൊ അയാൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് അയാൾ ഇങ്ങനെ ഇങ്ങനെ പതുങ്ങി. നോറ ഒരു ഷഗ്നി ക്യാരക്ടർ കളിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നോറ നല്ല പ്ലെയർ ആണ്. ഞാൻ പ്ലെയർ അല്ലാന്ന് ഞാൻ പറയുന്നത്, പക്ഷെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് തോന്നും. ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കും. പിന്നെ ഇങ്ങനെ കൊഞ്ചിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് 24 വയസ്സുണ്ടോ, 23-24 അവർക്ക് ഇങ്ങനെ അല്ലെ. നോറയ്ക്ക് എത്ര ഏജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കൊഞ്ചുന്നൊക്കെ അപ്പൊ ജാസ്മിൻ എന്താ അവിടെ കാണിച്ചു കൂട്ടുന്നത്? ജാസ്മിൻ ലോക കൊഞ്ചലായിരുന്നല്ലോ അതിനകത്ത് കിടന്നുണ്ട്. ഗബ്രിയടിക്കൽ എന്തെല്ലാം അത് വേറെ, അത് ആൺകുട്ടിയെടുത്ത് കൊഞ്ചന. ഞാൻ ഉദ്ദേശിച്ചത് നോറയുടെ നേച്ചർ അങ്ങനെയാണ്. ഇങ്ങനെ അതവരുടെ സ്വഭാവമല്ലേ, അവരെ നമുക്ക് അങ്ങനെയാണത് പറയാൻ പറ്റുന്നത്. എനിക്ക് ചില ആളുകൾ ചിലതൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇപ്പൊ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇഷ്ടമല്ല അല്ല, ബിഗ് ബോസ് സീസൺ 6 ശരണ്യ ഔട്ടായി, എവിക്റ്റഡ് ആയി. ശരണ്യ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്ന ഗെയിമറായിരുന്നു. അതിനേക്കാളും വേഴ്സായിട്ട് കളിക്കുന്ന ഗെയിമറാണ് ജാസ്മിൻ. എന്നിട്ട് ജാസ്മിന്റെ നോമിനേഷനും ഇല്ല, ജാസ്മിനെ പുറത്താക്കത്തുമില്ല. ഇതൊക്കെ എന്താണ് ഇതിൽ? ഈ പറയുമ്പോൾ അഖിൽ വേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല ജാസ്മിനെക്കാളും നന്നായിട്ടൊക്കെ ശരണ്യൊന്നും ഒരു ഇതിലും ഇല്ലാതെ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവരെയൊക്കെ ഒരു ഇതും ഇല്ലാതെ പുറത്താക്കുന്ന വെച്ചാൽ ബിഗ് ബോസിന്റെ കള്ളക്കളികളല്ലേ ഇതല്ല. അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് നമുക്കപ്പോ സത്യമല്ലേ എന്ന് തുറന്നു ചോദിക്കേണ്ടി വരും, ജനങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. കാരണം ജനങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത അയച്ചുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ആളുകൾ നല്ല നല്ല പ്ലേസൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ പുറത്താവും. 5 പേര് ഫൈനലിൽ 44 ദിവസം 40-49 ദിവസം ഇനിയുണ്ട്. അതെ, 14 ആഴ്ച 15 അത്രേ ഉള്ളൂ. ഇതിലിപ്പോ ഒരു ദിവസം ഇങ്ങനെ പുറത്താണ്ടിരിക്കും. അപ്പൊ നല്ല നല്ല പ്ലേയേഴ്സ് ഇങ്ങനെ പുറത്താവും. അതിലിപ്പോ നമ്മളിങ്ങനെ നിങ്ങളിങ്ങനെ എന്റെ ഫേവറേറ്റ് എന്റെ സുഹൃത്താണ് ശരണ്യ. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ബിഗ് ബോസിന് ഈ സീസണിൽ അങ്ങനെ ആരോടും ഇഷ്ടക്കുറവൊന്നുമില്ല. കാരണം എല്ലാ ആളുകളും അവരുടേതായ വ്യക്തിപരമായിട്ട്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എനിക്ക് നോറയുടെ സംസാരം ചിലതൊന്നും എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ശരണ്യയുടെ ചില സ്റ്റേറ്റ്മെന്റ് ഒന്നും ഞാൻ യോജിക്കുന്നില്ലായിരുന്നു. ജിൻഡോട് എന്തോ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ജിൻഡോന് ശരി നേരത്തെ അറിയുന്ന ഒരാൾക്കാരാണ്. അതിന്റെ അകത്തോട്ട് ഒരാളോട് ശരണ്യക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ നുണ പറയാൻ പാടില്ല. ഞാൻ ഒരാൾക്കും വോട്ട് ചെയ്തിട്ടില്ല. ഒരു സീസണിൽ ഒരാൾക്കും. ഞാൻ തമിഴിലും ഹിന്ദിയിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഞാൻ ഒരാൾക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് അതൊരു തരം ഒരു ചൊറിയൻ സ്വഭാവമല്ലേ അത്? ചൊറിയനാ. എന്റെ ഫോണിൽ ഇല്ലാടോ അത് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഐഫോണിൽ. അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. കോൾ ഉണ്ടല്ലോ, എനിക്കില്ലത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ. ഞാൻ ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ബിഗ് ബോസ് അഡിക്റ്റഡ് ഒന്നുമല്ല. ഞാൻ ആസ് എ എക്സ് കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ നിങ്ങളെ പോലുള്ള ആളുകൾ എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് അറിയാണോ, അതുകൊണ്ട് കാണണം പണ്ടാറണം. അല്ലാതെ ഞാൻ സമയം ഉണ്ടാക്കി കാണുന്നില്ല.
അല്ല ചൊറിയ നിങ്ങൾ ഇങ്ങനെ കത്തിയമർന്നിട്ട് കാര്യമില്ല. ശ്രീ കാം ഡൗൺ ആവും നിങ്ങളോട് ആദ്യമേ ഈ ഷോയുടെ പ്രത്യേകത പറഞ്ഞിരുന്നു ഹോട്ട് സീറ്റ് ആണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് പൊരിച്ചേ പറ്റൂ. പൊരിക്കാനോ? ഞാൻ കോഴിയാ. അത് നിങ്ങളാണ് ജനങ്ങളോട് തെളിയിക്കുന്നത് നിങ്ങൾ കോഴിയാണോ അല്ലേ. അപ്പൊ തെളിയിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ശരണ്യക്ക് ഒരു വോട്ട് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശരണ്യയെ ഇതുപോലെ നിങ്ങൾ കാൻഡിഡേറ്റ്സ് നിങ്ങൾ പറഞ്ഞല്ലോ ശരണ്യ സുഹൃത്താണ്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പോകാതിരുന്നേനെ നിങ്ങളുടെ ഒരു വോട്ടൊക്കെ കൊണ്ട്. ഞാൻ ശരണ്യക്ക് സപ്പോർട്ട് ചെയ്യണം. ശരണ്യനും ഈ പറഞ്ഞ ജിൻഡോ അങ്ങനെ കുറെ ആളുകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരുടെ ഉള്ളിലുള്ള ആൾക്കാർ പ്ലെയർ ആണ്, ഗുഡ് പ്ലേയേഴ്സ് ആണെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല? വോട്ട് ചെയ്തില്ല അളിയാ. അത് നോക്ക്, ഞാൻ ഇലക്ഷന് പോലും വോട്ട് ചെയ്തില്ല. പിന്നെ സ്റ്റാർ മാച്ച് നിങ്ങൾ ഇലക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാർഡ് മെമ്പർ ആയിട്ടൊന്നും നിന്നിട്ടില്ലല്ലോ ഇലക്ഷന്റെ കാര്യം പറയാൻ. നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ അതിൽ വോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ വർക്ക് ഷോയിൽ ചെയ്തിരുന്ന ഒരാളല്ല. അപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളറകൾ അറിയാവുന്ന ഒരാളാണ്, അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വരുന്ന കാൻഡിഡേറ്റ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത? എന്ത് സപ്പോർട്ട് ഇതുപോലെ വോട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ? എനിക്ക് സമയമില്ല സപ്പോർട്ട്. നിങ്ങൾ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പ്രവർത്തികൾ കൊണ്ട് ചെയ്യണ്ടേ, സപ്പോർട്ട് ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ ആനയും ആടും തമ്മിൽ അന്തരം ഉണ്ടല്ലോ. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞ എനിക്ക് ഷോ ഇരുന്ന് കാണാറുണ്ട്. ഞാൻ സമയം ഉണ്ടാക്കിയിരുന്ന് കാണേണ്ടതാണ് ഷോ. രാത്രി ഉറങ്ങാക്കാളും 1 മണിക്കൂർ ഞാൻ ആ ഷോ. അത് ഏതൊരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അതായത് നമ്മുടെ ഷോ, അതായത് BB6 ലാലേട്ടൻ വലിയ കോരോകോരം പറഞ്ഞത് ഇനി മാറ്റിപ്പിടിക്കാം. പക്ഷേ ബിഗ് ബോസിലെ ഈ സീസൺ 6 ഷോ അതായത് സിംഗിൾ കാൻഡിഡേറ്റ്സിലേക്ക് ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സംശയമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിൻഡോ, പിന്നെ ജാസ്മിൻ, അങ്ങനെ ചെറിയ അവരുടെ പ്രിയപ്പെട്ട എന്ന് തോന്നിപ്പിക്കുന്ന ചെറിയ അതായത് ഒരു ടോട്ടൽ സെനാരിയോ, ഒരു ടോട്ടൽ പ്ലേയിങ് ഇല്ലാതെ സെൻട്രലൈസ്ഡ് ചെയ്ത്, അതായത് ഓരോരോ സിംഗിൾ പേഴ്സണാലിറ്റീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആണ് ജനങ്ങളുടെ ഒരു തോന്നൽ. അതിനെക്കുറിച്ച് എന്താ ഷിയാസിന് പറയാനുള്ളത്? അതായത് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഷോ എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ വേണ്ടത്. അങ്ങനെയൊന്നുമില്ല. എല്ലാ സീസണിലും ഒരു രാജാവും കുറച്ച് ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ രാജാക്കന്മാർ മാറി വരുമല്ലോ. ഓരോ സീസണിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുത്തനെ വെട്ടി കുതിര വെട്ടി രാജാവ്, രാജ്ഞിയെ വെട്ടി രാജാവ്, അങ്ങനെ. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ മൊത്തത്തിൽ പരത്തി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾക്കാരില്ല, ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ, അങ്ങനെ ചെറിയ ഞാൻ ഇപ്പൊ അഖിൽ മാറാണ് സീസൺ അഖിൽ ജയിക്കുമെന്ന് 100% ഉറപ്പായിരുന്നു ഒരു സമയമൊക്കെ ആയപ്പോ. മനസ്സിലായോ? അത് ലാസ്റ്റ് മൊമെന്റിലൊക്കെ അല്ലേ? ലാസ്റ്റ് തുടക്കം തൊട്ടേ ഇങ്ങനെ അല്ലല്ല. ഒരു ഷോ ഒരു 60 ദിവസം 40 60 50 60 ദിവസം അഖിലായി അവിടെ. കളിച്ച് 60 ദിവസം എത്തിയതാണ്. ഞാൻ പറഞ്ഞേ ഈ സീസൺ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജയിക്കാൻ തോന്നിയ ആളുകളുടെ പേര് 3-4 പേര് വന്നത്. ഒരാളുടെ പേര് എനിക്ക് ഷാർപ്പായിട്ട് പറയാനുള്ള ഗെയിമർ അതിനകത്തില്ല.